ഹായും അസ്സാം വലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ അടിപൊളിയായിട്ടുള്ള കിച്ചൺ കേട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ കൂടിയാണിത്. വളരെ മനോഹരമായ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. ഹോളിൽ നിന്ന് ഈ ഒരു കോർണറിലായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ബെഡ്റൂംസിൻ്റെ എല്ലാം സെയിം ഡിസൈനിൽ വരുന്ന ഡോറാണ് കിച്ചണിനായിട്ടും കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതുപോലെ ഗ്യാസും ഫ്രിഡ്ജും ഓവനും എല്ലാം സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടി നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റായിട്ടും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് എല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെൻട്രലായിട്ട് മുകളിൽ കബോർഡ്സ് കൊടുത്തിട്ട് അവിടെ താഴെയായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകി വുഡിലായിട്ട് ആ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാം പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്ത് ഈ ഒരു കിച്ചണിനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇരിക്കാനായിട്ടുള്ള ഒരു ഏരിയയും കൂടെ ഈ ഒരു കിച്ചണിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നല്ല വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ ഈ ഒരു കിച്ചണിലായിട്ട് 2 വിൻഡോ കൂടെ നൽകി വളരെ മനോഹരമാക്കി ഈ ഒരു കിച്ചണിൻ്റെ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു കിച്ചൺ. അതുപോലെ ഫ്രിഡ്ജിനായിട്ട് പ്രത്യേക ഒരു ഏരിയ നൽകിയിട്ട് ഒരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് ഫ്രിഡ്ജ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെൻട്രലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സ്പേസോട് കൂടി റെഡിമെയ്ഡ് ആയിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ 20 ലക്ഷം രൂപ വരുന്നത്. കിച്ചൺ മാത്രം സൈസ് വരുന്നത് 355 303 ആണ്. ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിരിക്കുന്നത്. അതുപോലെ അപ്പർ ക്യാബിനറ്റ് എല്ലാം മൾട്ടിവുഡിലായിട്ട് PVC മൈക്ക ഷീറ്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിൻഡോക്കെല്ലാം ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കബോർഡ്സ് ചെയ്തിരിക്കുന്നത്. ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കട്ട്ലറി, പ്ലേറ്റ് ട്രേ, സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കിച്ചൺ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്ന രീതിയിലാട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. മൾട്ടിപർപ്പസ് ആയിട്ടുള്ള സിങ്കാണ് ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എൻഡിങ്ങിലായിട്ട് വെജിറ്റബിൾ ട്രേ ആണ് നൽകിയിരിക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസിന് താഴെയായിട്ടും ഈ ഒരു അപ്പർ ക്യാബിനറ്റ് താഴെയായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എൽ ഷേപ്പിലായിട്ടുള്ള ഭാഗം കഴിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡിലായിട്ടും വാഷ് ബേസിൻ നൽകി അവിടെയായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് വരുന്ന ഭാഗത്തായിട്ടാണ് ഓവൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം കബോർഡ്സ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഓവൻ്റെ ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ടോൾ യൂണിറ്റ് വരുന്നത്. ഓരോ ഏരിയയും വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ. അതിവിശാലമായി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കിച്ചണിലായിട്ട് ബാക്ക് സൈഡിലേക്കായിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ നിന്ന് വർക്കിംഗ് കിച്ചണിലേക്കാണ് ഫസ്റ്റ് ഡോറ് വരുന്നത്. ഈ ഒരു ഗ്യാസിൻ്റെ സ്ലാബിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വിറകടുപ്പ് ഈ ഒരു കിച്ചണിലാണ് കൊടുത്തിരിക്കുന്നത്. വിറകടുപ്പിൻ്റെ മുകളിലായിട്ട് ചിമ്മിണി വരുന്നുണ്ട്. ഇവിടെയായിട്ടും സ്ലാബ് നൽകിയിട്ടുണ്ട്. ഇവിടെ സ്ലാബ് വാർത്തിട്ടാട്ടോ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഷോ കിച്ചൺ മുഴുവനായിട്ടും റെഡിമെയ്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഗ്രില്ല് നൽകിയിട്ട് ബാക്ക് സൈഡിലായിട്ട് സ്ലൈഡിംഗ് വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും വോള് മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈല് നൽകി ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിരിക്കുന്നത്. സ്റ്റോർ റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ സ്റ്റോർ റൂമിനായിട്ടൊരു ഏരിയ നൽകി ഇവിടെ ആയിട്ട് കബോർഡ്സ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് 220 126 ആണ്. എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഈ ഒരു സ്ലാബ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടും വിൻഡോ വരുന്നുണ്ട്.
സ്റ്റോർ റൂം കഴിഞ്ഞ് വിറകടുപ്പിനായിട്ടുള്ള വരുന്ന ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് 355/244 കിച്ചണിലായിട്ട് ഫ്ലോറിൽ മാറ്റ് ഫിനിഷിലുള്ള ഗ്രേ ഷെയ്ഡിലായിട്ട് വരുന്ന ടൈലാട്ടോ വിരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു കിച്ചണിൽ ഇവിടെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കബോർഡ്സ് എല്ലാം ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ട് വരുന്ന കളറിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ബാക്ക് സൈഡിലേക്ക് ഗ്രില്ലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാക്ക് സൈഡും തന്നെ വളരെ മനോഹരമായിട്ടാട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു പാത്രം കഴുകാനുള്ള സ്പേസും കൊടുത്ത് ഇരിക്കാനായിട്ടൊരു ചെയറും ഇവിടെ മുകളിലായിട്ട് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടും ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. താഴെയായിട്ട് താഴ്ന്ന ഭാഗമാട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഇവിടെ വോള് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഏരിയ കേട്ടോ ഈ ഒരു ബാക്ക് സൈഡ്. അതുപോലെ ഈ ഒരു ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്റ്റെപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. താങ്ക്